വലതുവശത്തെ കള്ളൻ ഹിറ്റ് സംവിധായകൻ ജിത്തു ജോസഫ് ഒരുക്കിയ ക്രൈം ത്രില്ലർ ഡ്രാമ അടുത്ത വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും. ഇതുവരെ നടന്നതെല്ലാം കണക്റ്റഡ് ആണ് ജോണി. എന്റെ ഇൻട്യൂഷൻ തെറ്റിയിട്ടില്ല. പാറ്റേൺ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് സാറേ. പാറ്റേൺ കിട്ടിയിട്ട് സാർ ഓടി തുടങ്ങിയാൽ മതി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. ബിജു മേനോനും ജോജു ജോർജും പ്രധാന വേഷത്തിലെത്തിയ സിനിമ ക്രൈം ത്രില്ലർ ജോണറിൽ മറ്റൊരു ഹിറ്റാകുമെന്നാണ് വിലയിരുത്തൽ. ബിജു മേനോന്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും സിനിമ എന്നാണ് വിലയിരുത്തൽ. സാർ എവിഡൻസ് വേണം, അല്ലാതെ ഏതെങ്കിലും ഭ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞിട്ട് തെളിവാകും. ആന്റണി, നിന്റെ ഈ സ്വഭാവം കാരണമാണ് നീ ഇപ്പോഴും ഈ സർക്കിളിൽ തന്നെ കിടന്ന് കറങ്ങുന്നത്. മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാഗ് ലൈനോടെ എത്തിയ സിനിമയുടെ ട്രെയിലറും പോസ്റ്ററുകളും ഉദ്യോഗഭരിതമായ സിനിമയായിരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു. ആന്റണി സേവ്യർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി ബിജു മേനോനും സാമുവൽ ജോസഫായി ജോജു ജോർജും നേർക്കുനേർ എത്തുമ്പോൾ അതൊരു ഒന്നൊന്നരയാകും എന്നത് തീർച്ച. അവനവന്റെ ശരികളിൽ ഇരുവരും ഉറച്ചു നിൽക്കുമ്പോൾ ഏറ്റുമുട്ടലുകളുടെ ശരിതെറ്റുകളാണ് പിന്നീട് അങ്ങോട്ട്. മൈ ബോസ്, മമ്മി ആൻഡ് മീ, ദൃശ്യം, കൂമൻ, നേര് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷമാണ് ജിത്തു ജോസഫ് എത്തുന്നത്. ക്രൈം ത്രില്ലറുടെ ബ്രില്യൻസ് വീണ്ടും എത്തുമ്പോൾ കിടിലൻ ത്രില്ലർ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും. നിങ്ങൾ എൻ്റെ വഴിക്കെല്ലാം നീങ്ങുന്നെങ്കിൽ ഇനി ഇവിടുന്ന് സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളായിരിക്കും ഉത്തരവാദി. മരിച്ചവർക്കും നീതി വേണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നവര് വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ. ടിനു തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. വളച്ചൊടിച്ച സത്യങ്ങളുടെ ലോകത്ത് അപ്രതീക്ഷിത വഴിത്തിരിവുകളുമായി എത്തുന്ന സിനിമയിൽ ലെന, നിരഞ്ജന അനൂപ്, ഇർഷാദ് അലി, ലിയോണ ലിഷോയി, ഷാജു ശ്രീധർ തുടങ്ങിയ വലിയ താരനിരയും അണിനിരക്കുന്നു. കൊച്ചിയിലും പീരുമേട്ടിലും വണ്ടിപ്പെരിയാറിലുമായി ചിത്രീകരണം പൂർത്തിയായ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ചത് സതീഷ് കുറുപ്പാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാമാണ് ഈണം പകർന്നത്. ഓഗസ്റ്റ് സിനിമ, സിനി പോളിറ്റിക്സ്, ബെഡ് ടൈം സ്റ്റോറീസ് എന്നിവയുടെ ബാനറിൽ ഷാജി നടേശനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പരാതിക്കാരനെ ഒറ്റ എനിക്കറിയില്ല സാം എവിടെയാണെന്ന്. ഇനി അഥവാ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം സാം ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന്. ഇതുവരെ നടന്നതെല്ലാം കണക്റ്റഡ് ആണ് ജോണി. എന്റെ ഇൻട്യൂഷൻ തെറ്റിയിട്ടില്ല. പാറ്റേൺ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് സാറേ. പാറ്റേൺ കിട്ടിയിട്ട് സാർ ഓടി തുടങ്ങിയാൽ മതി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. വലതുവശത്തെ കള്ളൻ പേരിൽ തന്നെയുണ്ട് നിറയെ ആകാംക്ഷ. കള്ളനും പോലീസും തകർത്താടുമ്പോൾ ക്രൈം ത്രില്ലർ ഡ്രാമ തകർക്കാൻ തന്നെയാണ് സാധ്യതയും. മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം കേൾക്കാനും കാണാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഓരോരുത്തരും.